അങ്ങനെ വാഹനത്തിലേക്ക് കയറുമ്പോ എന്റെ പ്രിയപ്പെട്ട പുതുപെണ്ണേ, ആദ്യമായിട്ട് അള്ളാഹു നിഷിദ്ധമാക്കിയിരുന്നതല്ല, നിനക്ക് ഹലാലാക്കി തന്ന പ്രിയതമന്റെ കൂടെ വാഹനത്തിലേക്ക് കയറുമ്പോ അള്ളാഹയെ ഓർക്കുമോ പെണ്ണേ? ഓർക്കണം, എത്രയോ വിവാഹ സരസിൽ നിന്ന് വീട്ടിലേക്ക് പോയ വാഹനം മറിഞ്ഞ് അപകടത്തിൽ പെട്ടിട്ടുണ്ട് പെണ്ണേ. ഓർക്കണം, കല്യാണം കഴിയുമ്പോ പിന്നെ മരിക്കൂല, പിന്നെ 10 പെറ്റേജാ മരിക്കൂ എന്നൊന്നും ഒരു പെണ്ണും കരുതണ്ട. അങ്ങനെ നിക്കാഹ് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോ ഭർത്താവിന്റെ ഉമ്മ അവിടെ പൂജ നടത്തിയ മുട്ടയുമായിട്ട് നിപ്പുണ്ട്. മരുമോളെ വീട്ടിലേക്ക് കയറ്റാൻ മരുമോള് വന്ന് കാലെടുത്ത് 1ാമത്തെ പടിയിൽ അങ്ങോട്ട് വെക്കുമ്പോ ഉമ്മ പ്രചാരാമപൂർവ സന്ധ്യാ പ്രവർത്തതേ ഉദ്ദിഷ്ട നരശാർദുരം കർത്തവ്യം ദൈവമാന്തിതം. മോളകത്ത് കയറി, വാദ എല്ലാം ഒഴിവായി സ്വർഗത്തിലേക്ക് കയറിയിരിക്കുക. ഇതെവിടെന്നാ ഉമ്മമാര് പഠിച്ചത്? മുട്ടയെ നിലവിളക്കും കൊണ്ട് തലയിൽ ഒഴിഞ്ഞ് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, മറന്നുകൊണ്ട് അനാവശ്യങ്ങൾക്ക് മാത്രം സ്ഥാനം കൊടുത്തുകൊണ്ട് കുടുംബജീവിതം തുടങ്ങുമ്പോ അതിലെന്ത് ബറക്കത്താ. ഇന്ന റജുല ഇദാ നളറ ഇലാ ഇംറഅതിഹി വനളറതിലി നളറല്ലാഹു ഇലൈഹിമാ നളറത റഹ്മാ. ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയ, ഭാര്യ തന്റെ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയ, നളറല്ലാഹു ഇലൈഹിമാ നളറത റഹ്മാ. അല്ലാഹു അവർക്ക് രണ്ടുപേർക്കും റഹ്മത്തിന്റെ നോട്ടം നോക്കുന്നതാ. വൈദാ അഖദ ബികഫിഹാ, ആ ഭാര്യയുടെ കയ്യിലേക്ക് ഭർത്താവ് ഇങ്ങനെ തൊട്ടോ, തസാഖതത് ദുനൂബഹുമാ ഫീ ഖിലലി അസാബിഹിമാ. അവർ ചെയ്തു പോലെ ചെറുപാപങ്ങൾ പോലും കരുണക്കടലാര പടച്ചറബ് പുറത്തു കൊടുക്കുമെന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ഈമാനുള്ളവരുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് പറഞ്ഞതാ. ആ മണവറയിലേക്ക് കടന്നു വരുമ്പോ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് കല്യാണ മാമാങ്കങ്ങളാണ്. ഞാനിതാ കഴിഞ്ഞ ആഴ്ച കാസർഗോഡ് അതിന് പോയി. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം ചേർക്കണമെന്ന് പറയുന്ന ചേർക്കളം അബ്ദുല്ലാടെ മഹല്ലിൽ ഞാൻ അതിന് പോകുന്നുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ദുആ ചെയ്യൂ പ്രിയപ്പെട്ടവരെ. ഏറ്റവും അധികം കല്യാണത്തിന് മാമാങ്കങ്ങൾ നടക്കുന്നത്, പുതുമാപ്പിളയെ പറ്റിക്കലും ഞെട്ടിക്കലും ഒക്കെ നടക്കുന്നത് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ്. അല്ലാഹുണ്ടെങ്കിൽ നിങ്ങൾ ദുആ ചെയ്തു. അവിടെ പോയി അത് പറന്ന് 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 വിവാഹത്തിന്റെ പ്രഥമ രാത്രി മുതൽ തലേ ദിവസം മുതൽ ഇങ്ങോട്ടുള്ള ഓരോ ദിവസവും ഭർത്താവിനോട് കാണിക്കുന്ന കോമാളിത്തരങ്ങളുമായി ഒരുങ്ങി നിൽക്കുന്ന കൂട്ടുകാർ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാ. അൽഹംദുലില്ലാ, നമ്മുടെ കൂട്ടുകാരെ ശ്രമം കൊണ്ട് നടക്കുന്നതാ. നിങ്ങൾ ദുആ ചെയ്യണേ. എത്രയോ സ്ഥലത്ത് നടക്കുന്നുണ്ട്. പുതുമണവാട്ടിയുടെ വീട്ടിൽ വന്ന് മെത്തയിലിരിക്കുമ്പോ താഴെ നാം ഇട്ട് പൊട്ടി അങ്ങ് തെറിക്കും. മെത്ത കീറി പഞ്ഞി മൊത്തം പേരിടത്തിലായി. ഇത് കൂട്ടുകാര് ചെയ്ത പണിയാ. എല്ലാ വൃത്തികേടുകളും ചെയ്തിങ്ങനെ വെക്കും. ഒരു സമ്മാനം കൊണ്ട് കൊടുക്കും. സമ്മാന പൊതി അങ്ങോട്ട് തുറക്കുമ്പോൾ ഒരു കൈ ഇങ്ങനെ ഇരിക്കും, ഒരൊറ്റ ഇടി മൂക്കിന്. വിവാഹത്തിന്റെ പ്രഥമരാത്രി നടക്കുന്ന കാര്യമാ ഇത്. കൂട്ടുകാരെ വിചാരം ഭയങ്കര തമാശയാണ് അളിയാ. അവൻ വെളുക്കടോരെ ചിരിച്ചിരിച്ചു പാട് വരെ ഉള്ളെന്ന് പറയും. അവൻ നിന്നെ ശപിച്ചുകൊണ്ടായിരിക്കും കിടക്കുക. ഒരു പുതുമണവാട്ടിക്ക് പണി കൊടുത്തത് എങ്ങനെയെന്നറിയോ? മണവറയുടെ ജനലിന്റെ സ്ക്രൂ ഇളക്കി വെച്ചിട്ട് അങ്ങ് പോയി. ഭർത്താവ് പറഞ്ഞു, ആ ജനൽ അടയ്ക്കൂ. ജനൽ അടയ്ക്കാൻ വേണ്ടി പുതിയോണ്ട് ജനൽ മാത്രം കണ്ട് അതോടുകൂടി ജനലോടുകൂടി അങ്ങ് അപ്പുറത്ത് നിന്ന് വിട്ടു. രാത്രി ആശാരിയെ വിളിച്ചോണ്ടെന്ന് 1 മണിക്ക് ടിക്കോ ടിക്കോ. ഇതാ കൂട്ടുകാർ ഫോൺ വിളിച്ച്, അളയാ സോടോ അവിടെ സൗണ്ടൊക്കെ കേൾക്കുന്നു, ആശാരി ഒന്നല്ല. ഇതാണ് വിവാഹത്തിന് കൊടുക്കണ പണി. ഇത് വലിയ തമാശ എന്ന് കരുതിയിരിക്കാം. ഇത് ക്രൂരതയാണ്, ചെയ്യരുതൊരിക്കലും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതെല്ലാം കഴിഞ്ഞ് വിവാഹത്തിന് ജീവിതത്തിന് തുടക്കം കുറിക്കുമ്പോൾ എന്റെ സഹോദരങ്ങളെ, അള്ളാഹുവിനോട് ദ്വാരക്കണേ. കഴിയുമെങ്കിൽ ഒരു 2 റക്അത്ത് ആ മണവറക്കകത്ത് അള്ളാഹനെ നിസ്കരിക്കണേ.
മറന്നുപോകരുത്. അതൊക്കെ ചെയ്താ വലിയ ബറക്കത്താണ്. അത് കഴിഞ്ഞു കുടുംബജീവിതം തുടങ്ങുകയാണ്. നിന്റെ ഇഷ്ടവും പെണ്ണിന്റെ ഇഷ്ടവും രണ്ടും രണ്ടാണ്. ആ രണ്ടിഷ്ടവും മനസ്സിലാക്കാനുള്ള മനപ്പൊരുത്തം നിനക്കുണ്ടായിരിക്കണം. ചില ഭർത്താക്കന്മാർക്ക് ഇറച്ചിക്കറി ഇഷ്ടമായിരിക്കൂല, എന്നാൽ ഭാര്യ അതനുസരിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും. ദറസിലൊക്കെ പഠിച്ച ഉസ്താദുമാരാണെങ്കിൽ ആ ഭർത്താക്കന്മാർക്ക് ചിലപ്പോ സാമ്പാറൊക്കെ വലിയ ഇഷ്ടമായിരിക്കും. കാരണം എന്താ, എന്നും കോളേജിലും ദറസിലൊക്കെ ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയത്. അപ്പൊ അതനുസരിച്ച് ഭാര്യ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. എല്ലാം അങ്ങനെ. ചില ഭാര്യമാരിങ്ങനെ പറയൂലേ, ഇക്കാടെ ഈ ഇതുണ്ടല്ലോ, ഈ മുണ്ടുടുക്ക്, അത് വേണം, ജീൻസ് ഇട്ടാ അടിപൊളിയായിരിക്കും. അങ്ങനെ ജീൻസൊക്കെ ഇട്ടിട്ട് അങ്ങനെ നടന്നു അങ്ങനെ മുണ്ടുടുത്ത പാവപ്പെട്ടവരെ കൊണ്ട് ആദ്യമായിട്ട് ജീൻസ് ഇടിപ്പിക്കും. അവനാണ് ഈ യൂറോപ്യൻ ക്ലോസറ്റിൽ നിന്ന് ഇറങ്ങിയ മാതിരി ചുറ്റുകൂലെ കൂടെ നടന്നു പോകുമ്പോൾ അല്ലാ ഇത് എന്തോളെയാ പോണത്. അങ്ങനെ ഇത് ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് ചെയ്യാം. ഇത് ഇസ്ലാമിന്റെ അടയാളങ്ങൾ പോലും താടി വഴിക്കുന്നവരില്ലേ, നരച്ച മുടി കറുപ്പിക്കുന്നവരില്ലേ, എത്രയോ പേരുണ്ട്. നരച്ച രോമം കറുപ്പിക്കുന്നവരില്ലേ. ഭാര്യ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് ചോദിക്കും, എന്താ ഉപ്പാപ്പ നരച്ചിരുന്നൊക്കെ മൊത്തം അങ്ങ് കറുത്തുള്ളൂ, വൈഫിന് ഇഷ്ടമല്ല, എന്ത് ചെയ്യാൻ പറ്റും. ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് എല്ലാം ഇങ്ങനെ കറുപ്പിക്കാനും വടിക്കാനും ഇങ്ങനെ നടക്കാൻ. ഇസ്ലാമിന്റെ ചിഹ്നമെങ്കിലും ബാക്കി വെക്കണം. ഭാര്യയുടെ വാക്ക് കേൾക്കണ്ടെന്നല്ല, അള്ളാഹുവിന്റെ റസൂൽ പലതും ഭാര്യമാരുമായിട്ട് ആലോചിച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ പഠിക്കാനുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യമാരുടെ വാക്ക് കേൾക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ പോലും വലിച്ചെറിയുന്ന തരത്തിൽ ജീവിതത്തെ മാറ്റിമറിക്കല്ലേ. കല്യാണം കഴിഞ്ഞു തുടങ്ങുന്ന ആദ്യത്തെ ഒരു 5-6 മാസമുണ്ടല്ലോ, ഭർത്താക്കന്മാർ ഒരുപാട് ശ്രദ്ധിക്കണം. സ്നേഹമങ്ങ് ഒരുപാട് വാരിക്കോരി കൊടുക്കാൻ പാടില്ല. സ്നേഹത്തിന് നിയന്ത്രണം വെക്കണം. എല്ലാരും ആദ്യ സമയം മോളൂന്നേ വിളിക്കൂ, മോളൂ. ഭയങ്കര ഭാര്യ വിചാരിക്കും, അല്ലോ എനിക്ക് കിട്ടിയത് വലിയ ഭാഗ്യം തന്നെ, എന്തൊരു സ്നേഹമാണ് എൻ്റെ ഇക്കാക്ക്. മോളൂന്ന് വിളിച്ചിട്ടേ എനിക്കങ്ങ് റൂമൊക്കെ ആയിഷ സത്യം, റൂമൊക്കെ എഴുന്നിട്ട് കുലോത്തൊക്കെ പേർന്ന് വിളിക്കണം. ഇത്രയ്ക്ക് എനിക്ക് എൻ്റെ ഭർത്താവ് എന്നെ ഇത്രയ്ക്ക് ജീവനോ സങ്കടം കൊണ്ടല്ലോ. 4-5 മാസം കഴിയുമ്പോൾ ഭർത്താവിൻ്റെ ചെവിയിൽ ഒരു ചെമ്പരത്തി പൂ. സ്നേഹം കുറച്ചേ ആദ്യം കൊടുക്കാവൂ, എങ്കിലേ അതിനോട് താല്പര്യം തോന്നൂ. ആദ്യമേ എല്ലാം വാരിക്കോരി അങ്ങ് വിളമ്പിയ പിന്നെ ഭാര്യ വിചാരിക്കും ആൾ ഇത്രയേ ഉള്ളൂ, മരവണ്ടനാടി, എനിക്കറിയാൻ തീരും. അങ്ങനെ ആവരുത്, ശ്രദ്ധിക്കണം. സിനിമാ മാസികയും വായിച്ചുകൊണ്ട് നടന്ന അങ്ങനെ പറ്റൂ. ജീവിതത്തെക്കുറിച്ച് പഠിക്കണം. അലി റളിയല്ലാഹു അൻഹു എത്ര വലിയ തമാശ തന്റെ ഭാര്യയോട് പറയുമായിരുന്നു. പക്ഷേ ഒരു ദിവസം പിണങ്ങിയിട്ട് അനങ്ങിയില്ല. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ മുമ്പ് വന്ന് പല പേരും കാണിച്ചു. നല്ല ഗൗരവത്തിൽ ഭർത്താവിന്റെ റോൾ അങ്ങോട്ട് അഭിനയിച്ചു. സങ്കടപ്പെട്ടു പോയി. അവസാനം ഇണങ്ങി കരഞ്ഞ് നബിതങ്ങളുടെ മുമ്പ് വന്നപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, നീ പിണങ്ങിയിരിക്കുന്ന സമയത്താണ് മരിച്ചത് എങ്കിൽ മാ സല്ലൈതു ബികി യാ ഫാത്തിമ, നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഞാൻ ഉണ്ടാവൂല. നബി മുഹമ്മദ് മുസ്തഫ. ഭർത്താവിൻ്റെ കൂടെ പിണങ്ങിയിട്ട് ഫാത്തിമ നീ മരിച്ചാൽ കരളിന്റെ കഷ്ണമാ അള്ളാന്റെ ഹബീബിന്റെ, നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഞാൻ ഉണ്ടാവൂല. ആര്യമാര് പറയൂലോ, അല്ലേ, ഭർത്താവിനോട് പറയൂലേ, കിളവൻ മൂപ്പിലാനുണ്ടോടി എവിടെ ചോദിക്കുക. കൂട്ടുകാരൻ കൊണ്ട് ചോദിക്കുന്നത് കിളവൻസ് വിളിക്കലുണ്ടോ? ഇപ്പൊ ദുബായിലോ കുവൈറ്റിലോ ചോദിക്കാറുണ്ട്. കിളവൻസ് എന്ന് വാക്കൊന്നും ഉപയോഗിക്കരുത്. അല്ലാണ്ട് റസൂല് പറഞ്ഞതെന്താ? സുജൂദും റുകൂഉം ഒഴികെ എല്ലാ താഴ്മയുടെ ഭാഗങ്ങളും ഒരു ഭാര്യ തന്റെ ഭർത്താവിന് വേണ്ടി ചെയ്യേണ്ടി വന്നാ ചെയ്യണം. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ലമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ, തന്റെ ഭർത്താവിന് മുന്നിൽ സുജൂദ് ചെയ്യാൻ ഭാര്യയോട് പറയുമായിരുന്നുവത്രേ. തന്റെ ഭർത്താവിന് മുന്നിൽ സുജൂദ് ചെയ്യാൻ ഭാര്യയോട് പറയുമായിരുന്നുവത്രേ. അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഉഷാറായിരുന്നു. ഇവറ്റകളൊക്കെ ഒരു പാഠം പഠിച്ചു. എല്ലാ ദിവസവും രാവിലെ ഒന്നു കൊടുത്ത് മച്ചാഹു അക്ബർ, ഇക്കാഹു അക്ബർ, അച്ചുവിന്റെ വാപ്പാണ് അക്ബർ, ഇങ്ങനെ നിസ്കരിച്ചത്. എന്നിട്ട് സുജൂദ് ചെയ്തതിന് മുമ്പ് വന്ന് അല്ലാഹുവിന്റെ റസൂൽ അത് ശരിയായില്ല, അത് വേണ്ടാന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ആർക്കും സുജൂദ് ചെയ്യേണ്ട, അല്ലാഹുവിന് മാത്രമാണ് സുജൂദിന്റെ അവകാശം. അങ്ങനെ പറഞ്ഞ പെണ്ണെന്ന് പറഞ്ഞ് ഇന്ന് വാല് കഴിഞ്ഞ ചുറ്റുമൂലയിൽ നിന്ന് വീട്ടിലേക്ക് ചെന്നിട്ട് പറഞ്ഞോട്ടാടി സുജൂദ് ചെയ്യണോ, അവിടെ എന്നെ വരച്ചവരെ നിർത്തി ഇവിടെ കിടന്ന് എന്തുവായിരുന്നു ചേട്ടൻ ചെയ്യടി ഓതോടുത്തോളൂ. അങ്ങനെ പറയാനല്ല.
അള്ളാഹുവിന്റെ റസൂൽ വേറൊന്നും പറഞ്ഞിട്ട് അല്ലൗ സാല മൻഖറാഹു ദമം വഖൈഹ വല ഹസതുഹു ബിലിസാനിഹ. ഭർത്താവിന്റെ കയ്യിൽ കാലിൽ പഴുപ്പ് പൊട്ടി ചീഞ്ചലം ഒഴുകി നാവ് കൊണ്ട് നക്കിയെടുത്താലും ഭർത്താവിനോടുള്ള കടമ തീർന്നില്ല. ഇതും പറഞ്ഞ് ഡയലോഗ് അടിക്കാൻ മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ. ചിലവിന് കൊടുക്കണം, വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം. നല്ല ഭർത്താവായിട്ട് നിങ്ങളും മാറണം. ഭാര്യയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഭർത്താവായി ഞാനും നിങ്ങളും മാറണം. എങ്കിലേ നമുക്ക് അങ്ങനെ ഒരു അവകാശവാദം പറയാൻ അർഹതയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആലോചിക്കണം നിങ്ങൾ. ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ, അബൂ സലമ റളിയല്ലാഹു തആല അൻഹു വളരെ സന്തോഷത്തോടെ ജീവിച്ചവരാണ്. അള്ളാന്റെ ഹബീബിന്റെ അടുത്ത് പോയിട്ട് അബൂ സലമ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ഉമ്മു സലമ, ഇന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തന്ന ഒരു ദുആ നിനക്ക് ഞാൻ പറഞ്ഞു തരാം പെണ്ണേ. ഭാര്യയും ഭർത്താവിന്റെയും ശൈലി നമ്മൾ കണ്ടോ? കുടുംബജീവിതം കൂടുമ്പോൾ ഇമ്പം, അതാണ് കുടുംബം. കൂടുമ്പോൾ ഇമ്പം, അതാണ് കുടുംബം. ആ കൂടുമ്പോൾ എന്ന് പറയുന്നത് ഭാര്യാഭർത്തൃ ബന്ധത്തെ കുറിച്ച് പറഞ്ഞതല്ല. ഭാര്യയെ കാണുമ്പോ, അവളുടെ അടുത്തിരിക്കുമ്പോ, അവളുമായി സംസാരിക്കുമ്പോ, അവൾ എന്റെ മടിയിൽ കിടക്കുമ്പോ, ഞാൻ അവളെ മടിയിൽ കിടക്കുമ്പോ, അവളുടെ മുടിയിലൂടെ കൈ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ, അവളോട് ഫോണിൽ സംസാരിക്കുമ്പോ എപ്പോഴും ഇമ്പം, അതാണ് കുടുംബം. എന്റെ പ്രിയപ്പെട്ടവര്, ദീനിന് വേണ്ടി എല്ലാം പങ്കുവെക്കാനുള്ള മനസ്സ് ആ കുടുംബ ജീവിതത്തിന്റെ വക്താക്കൾക്ക് ഉണ്ടായിരിക്കണം. അബൂ സലമ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുആ കൊണ്ടുവന്ന് ഉമ്മു സലമാക്ക് പറഞ്ഞു കൊടുക്കുന്നു, പെണ്ണേ, ഇന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന ദുആ ഇതാണ്. നമ്മളും അങ്ങനെ ചെയ്യണം. നമ്മുടെ ഭാര്യയോട്, എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല നല്ല ദീനീ പുസ്തകങ്ങളുണ്ടല്ലോ. സുന്നത്ത് ജമാഅത്തിന്റെ കരുത്തരായ പണ്ഡിതന്മാരെഴുതിയ പുസ്തകങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഭാര്യയോട് പറഞ്ഞിട്ട് വായിക്കണം. രണ്ടുപേരും വായിച്ചു പഠിക്കണം. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യണം. അൽഹംദുലില്ലാഹ്, അതല്ലേ മക്കയിലും മദീനയിലൊക്കെ ഭാര്യയും ഭർത്താവും പോകുമ്പോ പരസ്പരം ചോദിക്കുന്നത് പോലും കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവര്, ഉസ്താദേ, എന്റെ ഭർത്താവ് 4 ഖത്തമാണ് ഓതിയത്, ഞാൻ ഇന്നലെ 5 എണ്ണം തീർത്തു. ഉടനെ ഭർത്താവ് പറയുന്നു, അല്ല ഉസ്താദേ, ഞാനിതാ ഇന്ന് 6 എണ്ണം തീർക്കും, എനിക്ക് വളക്കാലം ഈമാൻ കൊണ്ട് മുമ്പത്തിയിലെത്തണോ. അതിനുള്ള മാത്സര്യബുദ്ധി നമ്മുടെ ജീവിതത്തിൽ കാണുന്നുണ്ടോ? വീഗാലാൻഡ് കാണിക്കാൻ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ് കരയുന്ന ചുറ്റുമൂരയിലെ പെണ്ണേ, കൊല്ലം ബീച്ചിൽ 1/2 മണിക്കൂർ കൊണ്ടിരുത്തി കപ്പലണ്ടി വാങ്ങി തരാൻ പറഞ്ഞിട്ട് കേൾക്കാത്ത മനുഷ്യ, നിങ്ങൾക്ക് എന്ത് ഭർത്തൃ സ്നേഹമാ, ഭാര്യയോടുള്ള സ്നേഹമാ എന്ന് ചോദിച്ച് കളിയാക്കുന്ന പെണ്ണേ. അബൂ സലമ പള്ളിയിൽ നിന്ന് വന്നിട്ട് പറയുന്ന കണ്ടോ, ഉമ്മു സലമ, ഉമ്മു സലമ, ഓടിവാ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന ഒരു ദുആ നിനക്ക് പഠിപ്പിച്ചു തരാ. എത്ര പേര് പള്ളിയിൽ നിന്ന് ഉസ്താദിന്റെ ജുമാ പ്രസംഗം കേട്ടിട്ട് ഭാര്യയോട് പോയി പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ അങ്ങനെ പോയി പറഞ്ഞോ? എത്ര ഭാര്യമാര് കേൾക്കാൻ മനസ്സ് കാണിക്കുന്നുണ്ടോ? അബൂ സലമ ചെന്നിട്ട് പറഞ്ഞു, പെണ്ണേ. ഉമ്മു സലമ വേഗം ഇറങ്ങി വന്നു. അബൂ സലമ പറഞ്ഞു കൊടുക്കുന്നു, എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെട്ടു പോയാ, അല്ലാഹുമ്മ അജ്റിനി ഫീ മുസീബത്തി വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. ഈ ദുആ നല്ലതാണ് പെണ്ണ്, ഈ ദുആ നീ ചെല്ലണം. എന്താ ദുആന്റെ അർത്ഥം? അല്ലാഹുമ്മ അജ്റിനി ഫീ മുസീബത്തി, എനിക്ക് സംഭവിച്ചു പോയ വിപത്തിൽ നീ എനിക്ക് പ്രതിഫലം തരണേ അല്ലാഹ്. വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, ഇതിന് പകരം എനിക്ക് ഇതിനേക്കാൾ ഉത്തമമായത് പകരം തരണേ അല്ലാഹ്. എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാ, ആരെങ്കിലും വിലപിടിപ്പുള്ളവർ മരിച്ചു പോയാ, നിന്റെ സ്നേഹം നിന്റെ മനസ്സിന്റെ അകത്ത് സ്ഥാപിച്ചിരുന്ന കഥാപുരുഷന്മാര് ലോകത്തോട് വിട പറഞ്ഞ ഈ ദുആ വളരെ നല്ലതാണ്. അബൂ സലമ റളിയല്ലാഹു അൻഹു ഇത് പഠിപ്പിച്ചു കൊടുത്തു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ അതങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങി. എന്നിട്ടത് മനപ്പാടമാക്കി വെച്ചു. സുബ്ഹാനല്ലാഹ്, കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയി. ഉമ്മു സലമയ്ക്ക് വല്ലാത്ത സങ്കടം വന്നു.
4 മാസവും 10 ദിവസവും ഭർത്താവ് മരിച്ചാൽ ഇദ്ദയിരിക്കണമല്ലോ. അങ്ങനെ ഇദ്ദയിരിക്കുന്ന സമയത്ത് ഉമ്മു സലമ അല്ലാഹുവോട് ചൊല്ലിയ ദുആ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്ത് ഭർത്താവ് കൊണ്ട് പറഞ്ഞു കൊടുത്ത ദുആയാ, അല്ലാഹുമ്മ അജ്റുനീ ഫീ മുസീബത്തി. എന്റെ ഭർത്താവ് പോയല്ലോ, അതൊരു ദുരന്തമാണ്, എന്റെ വിപത്താണ്, അതിലെനിക്ക് പ്രതിഫലം തരണേ അല്ലാഹ്. വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. അതിനേക്കാൾ ശ്രേഷ്ഠമായതിന് എനിക്ക് പകരം തരണ റബ്ബേ എന്ന് ബഹുമാനപ്പെട്ട ഉമ്മു സലമ ദുആറുന്നു. എന്നിട്ടോ ആ ഇദ്ദയുടെ കാലാവധിയിൽ ദുആ ചെയ്യുമ്പോ ഉടനെ തന്നെ ഉമ്മു സലമ വിചാരിക്കാറുണ്ട്, ഇതിനേക്കാൾ നല്ലത് പകരം തരണമെന്ന് അള്ളാഹിനോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യാനാ? എന്റെ ഭർത്താവ് അബൂ സലമയേക്കാൾ ഏറ്റവും മിടുക്കനായ, ഏറ്റവും നല്ല ശക്തനായ ഒരു ഭർത്താവ് ലോകത്ത് വേറെ ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആരാണ് നീ എന്റെ അടുത്തേക്ക് വരിക? ഞാൻ ഒരുപാട് പ്രായമായി പോയല്ലോ. എന്നാലും ഈ ദുആ നബി തങ്ങൾ പഠിപ്പിച്ചതല്ലേ, അതുകൊണ്ട് ചെല്ലാം, അല്ലാഹു കൂലി തരുമെന്ന് പറഞ്ഞ് ചൊല്ലിക്കൊണ്ട് കരഞ്ഞിരുന്നു. ഫലമ്മൻ ഖലത ഇദ്ദതി. ഉമ്മു സലമയുടെ ഇദ്ദ കഴിഞ്ഞപ്പോ ആ മഹദി പറയുന്നു, സഹാബത്തെ, ഖതബനി റസൂലുള്ളാഹ്, ഖതബനി റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ ഉമ്മു സലമയെ വിവാഹം ആലോചിച്ചു ചെന്നു. ത്വാഹ റസൂലുള്ളാഹേ തിങ്കൽ ഹബീബുള്ളാഹേ, ത്വാഹ റസൂലുള്ളാഹേ തിങ്കൽ ഹബീബുള്ളാഹേ. ത്വയ്ബ പദീം ജീവേ തൗഹീദൊളി നീലാവേ. അർശിൻ കുർശിനും അധിപതിയുടയോന്റെ ഹസനത്ത് ഉലകത്തിലുരച്ചപ്പുവേ. അർശിൻ കുർശിനും അധിപതിയുടയോന്റെ ഹസനത്ത് ഉലകത്തിലുരച്ചപ്പുവേ. ത്വാഹ റസൂലുള്ളാഹേ തിങ്കൽ ഹബീബുള്ളാഹേ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ വിവാഹം ആലോചിച്ചപ്പോ ഉമ്മു സലമ ഞെട്ടിപ്പോയി. എന്റെ ഭർത്താവിനെക്കാലം എന്തുകൊണ്ട് യോഗ്യനാണ്, എന്റെ ഭർത്താവിനെക്കാലം എന്തുകൊണ്ട് എനിക്ക് ചേർന്നവനാണ്. പക്ഷേ റസൂലുള്ളാഹിയുടെ കൂടെ പ്രകാശമുള്ള ശരീരത്തിൽ ഒട്ടിക്കിടക്കുന്ന രാത്രിയിൽ പോലും തന്റെ ഭർത്താവിന് ഞാനും മറന്നിട്ടില്ല. എന്താ കാരണമെന്നറിയോ? എന്റെ ഭർത്താവ് എനിക്ക് ഇൽമ പഠിപ്പിച്ചു തന്നോ എന്ന് ആ ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തെങ്കിൽ ഞാനും നിങ്ങളും മരിക്കുമ്പോ ഇല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോ തന്നെ ആത്മീയമായ അല്ലാഹുവിനെ സാക്ഷി നിർത്തിയുള്ള ഒരു സ്നേഹം എനിക്കും നിങ്ങൾക്കും കിട്ടുമോ? അങ്ങനെ കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് എല്ലാരെ കണ്ണിൽ കണ്ട എല്ലാ അനാശാസ്യങ്ങളും നടക്കുന്ന സ്ഥലത്തും കൊണ്ടുപോയി ആ പെണ്ണിനെയും ഭാര്യയും മക്കളെയും കൊണ്ടുപോയി കളിച്ച് ചിരിപ്പിച്ച് കൊണ്ടിങ്ങനെ നടന്നു. വീഗാലാൻഡിൽ കൊണ്ടുപോയി ബർമൂഡയിട്ട് വലിച്ചെറിഞ്ഞു. ഒക്കെ ചെയ്തെല്ലാം കഴിഞ്ഞ്